നമസ്കാരം. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ പ്രതികരണങ്ങളുമായി ട്രംപും നെതന്യാഹുവും ഖമേനി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. 3 കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നും ആക്രമണം വലിയ സൈനിക വിജയമായെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത്. 40 വർഷമായി ഇറാൻ അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കുകയാണ്. ഒട്ടേറെ നിരപരാധികളെ ഇറാൻ കൊലപ്പെടുത്തിയെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ സമാധാനത്തിന് തയ്യാറാകണം, അല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇറാൻ സമാധാന ശ്രമങ്ങൾ ഉടൻ നടത്തിയില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന ഭീഷണി മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകുകയാണ്. കഴിഞ്ഞ 8 ദിവസങ്ങളിൽ കണ്ടതിനേക്കാൾ സമാധാനമോ അതിനേക്കാൾ ദുരിതമോ ആണ് ഇറാനെ കാത്തിരിക്കുന്നതെന്ന മുന്നറിയിപ്പാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിന് പിന്നാലെ ട്രംപ് വ്യക്തമാക്കിയത്. ഇനിയും ആക്രമിക്കപ്പെടാൻ ഇറാനിൽ ഇടങ്ങളുണ്ടെന്നത് ഓർക്കണമെന്ന് ട്രംപ് മുന്നറിയിപ്പിൽ പറയുന്നു. അതായത് ഇറാൻ അടിച്ചാൽ തിരിച്ചടിക്കാൻ യാതൊരു മടിയും കാണിക്കില്ല എന്ന് പറയുകയാണ് ട്രംപ്. സമാധാനത്തിലേക്ക് എത്താൻ ഇറാൻ തയ്യാറാകാത്ത പക്ഷം മറ്റ് ലക്ഷ്യകേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെടുമെന്ന് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം മധ്യപൂർവ്വ ദേശത്തെയും US സൈന്യത്തെയും ഇസ്രായേലിനെയും അമേരിക്കയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, ദൈവത്തിനുമെന്നും ട്രംപ് ദൗത്യം വിജയിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. US സൈന്യത്തിൻ്റെ സുപ്രധാന നേട്ടമാണിത്. ആണവായുധം ഉണ്ടാക്കാനുള്ള ഇറാന്റെ ശേഷി തകർക്കുകയായിരുന്നു ലക്ഷ്യം. അതുവഴി ലോകത്തെ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ സ്പോൺസറായ ഇറാന്റെ ആണവ ഭീഷണി അവസാനിപ്പിക്കാനായിരുന്നു നടപടി. ദൗത്യം ഗംഭീര വിജയമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇറാനെ ഭീകരരാഷ്ട്രമായി മുദ്രകുത്തിയ ട്രംപ് തീവ്രവാദം വളർത്തുന്ന 1-ാം നമ്പർ രാജ്യമാണ് ഇറാൻ എന്നും കുറ്റപ്പെടുത്തി. അതേസമയം ട്രംപിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നന്ദി അറിയിച്ചു. അമേരിക്കയുടേത് ധീരമായ ഇടപെടലെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇറാനിലെ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചു. നെതന്യാഹു അമേരിക്കയോടുള്ള നന്ദി അറിയിച്ചു. അമേരിക്ക ഈ ഇടപെടലിലൂടെ ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കിയെന്നാണ് നെതന്യാഹു പ്രതികരിച്ചത്. എന്നാൽ ഇത്രയും കിട്ടിയിട്ടും പഠിക്കാതെ വീണ്ടും ഭീഷണി മുഴക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. അമേരിക്ക ചെയ്തതിന് ഫലം അനുഭവിക്കുമെന്ന് മുൻ വീഡിയോ റീഷെയർ ചെയ്ത് ഖമേനി പ്രതികരിച്ചു. ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണം USന്റെ കൂടി കുഴി തോണ്ടുന്നതായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഖമേനി പങ്കുവച്ചിരുന്നു. ആ വീഡിയോയാണ് ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിന് പിന്നാലെ അദ്ദേഹം റീഷെയർ ചെയ്തത്. ഇറാൻ നേരിടുന്ന ഏതൊരു ദോഷത്തെക്കാളും വളരെ വലുതായിരിക്കും അമേരിക്കയ്ക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളെന്നും ഖമേനിയുടെ വീഡിയോയിൽ പറയുന്നു. അതേസമയം റേഡിയേഷൻ ഇല്ലെന്നും ജീവനക്കാർ സുരക്ഷിതരാണെന്നും ഇറാൻ അറിയിക്കുന്നു. ആക്രമണം ഫോർദോ പ്ലാന്റിന്റെ കവാടത്തിലാണ് നടന്നതെന്നാണ് ഇറാന്റെ വാദം. മുഴുവൻ കേന്ദ്രങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിരുന്നതെന്നും ഇറാൻ അവകാശപ്പെടുന്നു. ആണവ കേന്ദ്രങ്ങളിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും ഇറാൻ പറയുന്നു. അമേരിക്ക പങ്കുചേർന്നതിനെ അപലപിച്ച് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് രംഗത്ത് വന്നു. അമേരിക്ക നടത്തിയ ബലപ്രയോഗം ആശങ്കയുണ്ടാക്കുന്നുവെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. നിലവിൽ സംഘർഷത്തിന്റെ വക്കിലുള്ള ഒരു മേഖലയിലെ അപകടകരമായ കടന്നുകയറ്റമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അംഗരാജ്യങ്ങളുടെ സംഘർഷം കുറയ്ക്കാനും അന്താരാഷ്ട്ര നിയമങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങളും ഉയർത്തിപ്പിടിക്കാനും ആഹ്വാനം ചെയ്യുന്നു. സൈനിക പരിഹാരങ്ങളില്ല, നിയമപരമായ വഴി മാത്രമേ ഉള്ളൂ. സമാധാനം മാത്രമാണ് പ്രതീക്ഷയെന്നും ഗുട്ടറസ് പറഞ്ഞു. USന്റെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലും അതീവ ജാഗ്രതയിലാണ്. എന്താണ് ഇറാന്റെ അടുത്ത നീക്കമെന്ന് ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ നിരീക്ഷിക്കും. ആക്രമണം നടത്തിയതിന് പിന്നാലെ ന്യൂയോർക്കിൽ ഉൾപ്പെടെ അമേരിക്ക സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ന്യൂയോർക്ക് നഗരത്തിലെയും രാജ്യതലസ്ഥാനത്തെയും കൂടുതൽ പ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കുന്നതായി പോലീസ് അറിയിച്ചു. ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ പ്രത്യാഘാതങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ന്യൂയോർക്ക് പോലീസ് വകുപ്പ് അറിയിച്ചു. ന്യൂയോർക്കിലെ മതപരവും സാംസ്കാരികവും നയതന്ത്രപരവുമായ സ്ഥലങ്ങളിലേക്ക് പോലീസിനെ വിന്യസിക്കുന്നതായും പോലീസ് അറിയിച്ചു. ഇറാനിലെ സംഘർഷ സാഹചര്യം നിരീക്ഷിക്കുകയാണെന്നും ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എക്സിൽ കുറിച്ചു. ന്യൂയോർക്കിലെ 8 ദശലക്ഷത്തിലധികം നിവാസികൾക്ക് സുരക്ഷ ഒരുക്കണമെന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്ന് നിരീക്ഷിക്കുമെന്നും ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എക്സിൽ കുറിച്ചു. ആരാധനാലയങ്ങൾക്ക് സമീപം കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടെന്ന് മെട്രോപൊളിറ്റൻ പോലീസും വ്യക്തമാക്കി.